ഞങ്ങളുടെ സമാധാനം എന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷ. കാലം എത്ര മാറിയാലും കെട്ടിച്ചുവിട്ട പെൺകുട്ടി വീട്ടിൽ തിരിച്ചു വന്ന് നിൽക്കുന്നത് ഞങ്ങളെപ്പോലുള്ള നാട്ടിൻപുറത്തുകാർക്ക് അതൊരു ബുദ്ധിമുട്ടാ. അയൽപക്കക്കാരുടെ ഓരോ ചോദ്യങ്ങളും ഞങ്ങളെ വേദനിപ്പിക്കും. പ്രിയങ്കമോക്ക് ഇത്തിരി പക്വതക്കുറവുണ്ട്, എടുത്തുചാട്ടവും കൂടുതലാ. അത് സാരമല്ലെന്ന് ഞാൻ നോക്കിക്കോളാം. എല്ലാവരോടുമായിട്ട് ഞാൻ പറയാം, ഇതിപ്പോ ഇവിടെ തീർന്നു. നാളെ ഒരു സമയത്ത് ഇങ്ങനെ ഉണ്ടായല്ലോ എന്നുള്ള സംസാരം ഒരാളുടെ നാവിൽ നിന്നും വരരുത്. കേട്ടല്ലോ എല്ലാവരും? എന്താ മോനെ? ഈ കുട്ടി ഇപ്പൊ എവിടെ ഉണ്ട്? എന്നാ പിന്നെ പിള്ളേര് ഇറങ്ങാൻ നോക്കട്ടെ. യശോദേ, അവരെ യാത്രയാക്കാൻ നോക്ക്. അച്ഛാ, ഈ കുട്ടി ഇപ്പൊ എവിടെ ഉണ്ടെന്നാ ചോദിച്ചത്? ഇവിടെ ഉണ്ട്, അല്ലാതെ എവിടെ പോവാൻ? വിവാഹത്തിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. മോൻ എന്തൊക്കെയായി പറയുന്നത്? എന്തിന്? ഞങ്ങൾ വീട്ടിലേക്ക് വന്നത് പോലും രാധികയും കുട്ടിയല്ലേ. എന്നിട്ട് എങ്ങനെ നിങ്ങൾ തമ്മിൽ കാണാതെ പോയി എന്ന് പറയുന്നു? തിരുമേനിയുടെ വീട്ടിൽ നിന്ന് എന്തിനാ പോയത്? എടോ, തന്റെ പേരെന്താ? താൻ ഇവിടെ താമസിക്കുന്നത്? എത്ര വട്ടം നീണ്ട കൺമുമ്പിന്ന് ഓടി വിളിച്ചു? പറ, നീ എവിടെയാ താമസിക്കുന്നത്? വെള്ളം എടുക്കാൻ ഇവിടെ ജോലിക്കാരിയില്ലേ? ആ കുട്ടി ഇവിടുത്തെ ജോലിക്കാരിയാണെന്നല്ലേ പറഞ്ഞത്? അന്ന് നിശ്ചയത്തിനും മഞ്ഞൾ കല്യാണത്തിനും പ്രിയങ്കയുടെ ഒപ്പം ഉണ്ടായിരുന്നു. അതെ അതെ, വേലക്കാരി തന്നെ. ഈ കുട്ടി ഇവിടുത്തെ ജോലി അവളെന്റെ മൂത്ത മോളല്ലേ? അമ്മയല്ലേ പറഞ്ഞു
മുത്തശ്ശിയല്ലേ പറഞ്ഞേ വേലക്കാരിയാണെന്ന്? അം, അത് പിന്നെ സത്യം പറഞ്ഞാ ഞങ്ങള് പറഞ്ഞതല്ല. അവളെ ദേവനും യശോദയും എടുത്തു വളർത്തിയതാ. കണിമംഗലത്തുനിന്ന് പെണ്ണ് കാണാൻ ആളുകൾ വന്നപ്പോ ഒന്നും ഒളിച്ചു വെക്കണ്ടെന്ന് കരുതി സത്യം പറഞ്ഞതാ. അവിടെ നിന്ന് വന്നവര് ആ കണ്ണില് അവളെ കണ്ടത് അല്ലേ യശോദേ? അല്ല, എല്ലാവരും കാണുന്നത് പോലെ ആയിരിക്കും മോനും കാണുന്നതെന്ന് കടമംഗലത്ത് തിരിച്ചെത്തുമ്പോ സ്വർണം ചോദിക്കും. അതിന്റെ കാര്യമാണെങ്കിൽ വരുണിനോട് പറഞ്ഞിട്ടുമില്ല. പോകുന്നില്ലെന്ന് വെച്ചാലോ? ചതിച്ചല്ലോടി മോളെ. എത്ര മറച്ചു പിടിച്ചിട്ടും അവൻ അവളെ കണ്ടുപിടിച്ചു. ഇവിടുന്ന് പോയാലേ നീ വേണം സമാധാനത്തിൽ എന്തെങ്കിലും പറഞ്ഞ് അവന്റെ മനസ്സ് തിരുത്താൻ. പെട്ടെന്ന് നിന്റെ സാധനങ്ങൾ എടുത്തു. നിങ്ങളെ ഇറക്കി വിട്ടാൽ എനിക്കൊരു സമാധാനം കിട്ടൂ. അങ്ങനെ എനിക്ക് പോവാൻ പറ്റില്ല മുത്തശ്ശി. പോകാൻ പറ്റില്ലെന്നോ? അതെന്താ? അത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്തൊരു കാര്യമാ. ദേ, എല്ലാം അവസാനിച്ചു എന്ന് കരുതി സന്തോഷമായിട്ട് ഇരിക്കുക ഞങ്ങള്.